നമസ്കാരം. അങ്ങനെ ഇലക്ഷൻ ഇനി 2 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ എല്ലാവർക്കും അറിയാം 26-ാം തീയതിയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാര്യം, ഇത് ലോക്സഭ ഇലക്ഷൻ ആണെന്നുള്ളൊരു പൊതുബോധം നിങ്ങൾ മനസ്സിലാക്കുക. സ്വയം പ്രബുദ്ധരെന്ന് വിളിക്കുന്ന ബുദ്ധിജീവികളുടെ നാടായ കേരളത്തിൽ ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം വോട്ട് വിനിയോഗിക്കുക. ലോക്സഭ ഇലക്ഷനാണ് ഇത്. നിയമസഭ ഇലക്ഷനോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇലക്ഷനോ പഞ്ചായത്ത് ഇലക്ഷനോ ഒന്നും അല്ല. മാത്രമല്ല, മൂന്നാമത് മോദി സർക്കാർ തന്നെ വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ നാട് വികസിക്കണം, നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോയി പഠിക്കുന്നത് ഒഴിവാക്കണം, കേരളം ഒരു വൃദ്ധസദനമായി മാറാതിരിക്കട്ടെ എന്നാണ് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നതും എല്ലാം. അപ്പോൾ നമുക്ക് ഇവിടെ ജീവിച്ച് മരിക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത് സാധിക്കണമെങ്കിൽ ഇവിടെ വികസനം വരണം, തൊഴിലവസരങ്ങൾ വരണം, അതുപോലെ നമ്മുടെ നാട് വികസിക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടുന്ന് കുറേ മണവണാഞ്ചന്മാരെ ജയിപ്പിച്ച് വിട്ടുകൊണ്ട് അക്ഷരം പോലും കൂട്ടി വായിക്കാൻ അറിയാതെ ഇവർ പറയുന്നത് അവിടെ ഉള്ളവർക്കും മനസ്സിലാവില്ല, അവർ പറയുന്നത് നമ്മുടെ ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ട പൊട്ടന്മാർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ നാട് വികസിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് വോട്ട് രേഖപ്പെടുത്തുക. ചുമ്മാ കുറേ എം പിമാരുണ്ടായിട്ട് എന്താണ് കാര്യം? കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ എം പിമാർ നമ്മുടെ നാട്ടിൽ വേണം. ജനം മാറി ചിന്തിച്ചു തുടങ്ങുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറഞ്ഞാൽ, ഞാൻ തൃശ്ശൂരിലെ ഒരു വോട്ടർ അല്ലല്ലോ എന്ന് ഓർത്തുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. കാരണം തൃശ്ശൂർക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾ ആര് ജയിച്ചാലും അവർ കേന്ദ്രമന്ത്രിയാണ്, അതിൽ യാതൊരു തർക്കങ്ങളൊന്നുമില്ല, എല്ലാം നല്ല നല്ല സ്ഥാനാർത്ഥികളാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യരുടെ സ്ഥാനാർത്ഥി നിൽക്കുന്നതാണ്. അത് പ്രധാനമന്ത്രി, തൃശ്ശൂരിന് സ്വന്തമായിട്ടൊരു പ്രധാനമന്ത്രി എന്ന് പറയില്ല, അതുപോലത്തെ ഒരു പദമാണ്. കാരണം പ്രധാനമന്ത്രിയോട് അടുത്ത് നിൽക്കുന്ന, പ്രധാനമന്ത്രി സ്വന്തം ജ്യേഷ്ഠനെ പോലെ കാണുന്ന, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്വന്തം അനുജനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് അവിടെ മത്സരിക്കുന്നത്, സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ. അതുകൊണ്ട് പ്രധാനമന്ത്രി ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ വികസനവും അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒട്ടാകെയുള്ള വികസനവും മാറി മറിയുന്നത്. തൃശ്ശൂർക്കാരുടെ ഭാഗ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു അക്ഷരം പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത അനേകം പേരെ, പ്രതാപനൊക്കെ ഇവിടെ പോയിട്ട് എന്തായിരുന്നു കാണിക്കുന്നതാണ്. കാരണം ഒരു ബസ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ബസ്സിലെ കിളി എങ്ങനെയാണ് ആളുകളെ വിളിച്ച് സ്ഥലങ്ങളുടെ പേരുകൾ പറഞ്ഞ് കയറ്റുന്നത്, അതുപോലെയായിരുന്നു അവിടെ ചെന്നിട്ട് കുറേ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചത്. മലയാളത്തിലാണ് പറഞ്ഞത്. ഇവർ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്നത് ഇവർക്കും മനസ്സിലാവില്ല. ഇവിടെ നിന്ന് പോയിരിക്കുന്ന പൊട്ടന്മാർക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്തിനാണ് ഇവരെ ജയിപ്പിച്ചു വിടുന്നത്? നമ്മുടെ ചിലവിന് എന്തിനാണ് ഇവരെ പുട്ടടിക്കാൻ വിടുന്നത്? അവർക്ക് ആജീവനാന്ത പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ കൂടെ ഒരു 10-15 പാർട്ടിക്കാരായിട്ടുള്ള കുറച്ച് അണികൾക്ക് അല്ലെങ്കിൽ ഗുണ്ടകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പേഴ്സണൽ സ്റ്റാഫായിട്ട് വെച്ചുകൊണ്ടും അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടോ. നമ്മുടെ നാടിന് വേണ്ടി ഇവരെ എന്താണ് ചെയ്തിട്ടുള്ളത്? 5 വർഷം കഴിയുമ്പോഴേക്കും മലയാളികൾ മറന്നു പോകണം പല കാര്യങ്ങളും. കരുവന്നൂർ എല്ലാവരും മനസ്സിലുണ്ടാവണം. ഇപ്പോൾ സുനിൽകുമാറിൻ്റെ കാര്യമാണ്. സുനിൽകുമാർ എന്ന് പറയുന്ന മറ്റു നിയമസഭാ ഇലക്ഷൻ അല്ല, അത് ലോക്സഭ ഇലക്ഷനാണ്. സുനിൽകുമാർ ജയിപ്പിച്ചുകൊണ്ട് എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? പൂരങ്ങളും ചെണ്ടകളുടെ മേളങ്ങളും കൊട്ടുവരുമ്പോൾ അവിടെ പോയി നിൽക്കാനായിട്ടോ. കാലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ ഇവിടുത്തെ വികസനം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹൈമാസ്റ്റ് ലൈറ്റും, അല്ലെങ്കിൽ റോഡ് കുറച്ചൊന്നും ടാർ ചെയ്യും, അത് കുറച്ച് നാളത്തെ ഇങ്ങനെ പൊളിയുകയും ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ ഉള്ളത് വെയിറ്റിംഗ് ഷെഡ് വികസനമാണ്. ബസ് സ്റ്റോപ്പ്, ഒരു വെൽഡ് ചെയ്തൊരു കമ്പി, ആ കമ്പിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ചന്തി ബാക്കിലേക്ക് കുഴിയിലേക്ക് ഇറങ്ങിപ്പോകും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വികസനം കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ വ്യവസായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചുവന്ന കോണകം കാരണം ഒരു വ്യവസായവും തുടങ്ങുന്നില്ല, വ്യവസായികൾ ഇവിടെ സംരംഭങ്ങൾ തുടങ്ങുന്നില്ല. ആകെ ഒരു യൂസഫയുടെ ലുലുമാൾ മാത്രം വന്നിട്ടുണ്ട് അന്നും എന്നും. അപ്പോൾ ആലോചിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ വോട്ട് വീണ്ടും മോദി സർക്കാരാണ് വരുന്നത്. നമുക്കും വേണമെന്ന് കേന്ദ്രമന്ത്രി. ഒരു കേന്ദ്രമന്ത്രി പോയിട്ട് ഒരു MP പോലും ഇല്ലാതിരുന്നിട്ടാണ് നമ്മുടെ നാട് ഇത്രയും വികസിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം അത്രത്തോളം ഫണ്ടുകളും കാര്യം നമ്മുടെ നാടിന് വേണ്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6 വരിപ്പാതയുടെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, വന്ദേഭാരത് ട്രെയിനുകൾ വരുന്നു, അതുപോലെ തന്നെ മെട്രോ, കൊച്ചി മെട്രോ 2ാം ഘട്ടത്തിനൊക്കെയുള്ള ഫണ്ടുകളും കാര്യങ്ങളും. അപ്പോൾ ഇത്രത്തോളം ഒരു MP പോലും ഇല്ലാതിരുന്നിട്ട് പോലും നമ്മളെ കേരളത്തെ ഇത്ര അവഗണിക്കാതെ, കേരളം ഭാരതത്തിൻ്റെ, കാരണം BJP എന്ന് പറയുന്ന ആ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ മോദി സർക്കാർ, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനും അവർക്ക് രാഷ്ട്രമാണ് വലുത്. രാഷ്ട്രം കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ. ഈ കേരളം എന്ന് പറയുന്നതും ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഒരു കൊച്ചു സംസ്ഥാനമായതുകൊണ്ടും ഭാരതത്തിലെ ഒരു ഭാഗമായതുകൊണ്ടും നമുക്കും കിട്ടുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. പക്ഷെ ഇത് പോരാ. മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടില്ലേ, ഓരോരുത്തരും അവിടെ വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാബു ജേക്കബ് കിറ്റക്സിലെ ഇവിടെ നിന്ന് ഓടിച്ചു, ഇവിടുത്തെ ചുമന്ന കോണകം പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊടികളുള്ള ആളുകൾ ഓടിച്ചിട്ട് ഇപ്പോൾ തെലങ്കാനയിൽ ലോകത്തെ ഏറ്റവും നീളം കൂടിയേറിയ ഒരു ബിസിനസ് സമുച്ചയം അവിടെ പണി തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുക. നമ്മുടെ നാട് വളരണം, നമ്മുടെ നാട് വികസിക്കണം. തൃശ്ശൂർക്കാരായ പ്രബുദ്ധ തൃശ്ശൂരിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തവണയെങ്കിലും മണ്ടത്തരം കാണിക്കാതിരിക്കുക. പിന്നെ ശരിയാണ്, ഇലക്ഷൻ്റെ സമയത്ത് എന്തായാലും ഉറപ്പായിട്ടും ഒരു BJP സീറ്റെങ്കിൽ അല്ലെങ്കിൽ ഒരു BJP MP അല്ലെങ്കിൽ BJP കേന്ദ്രമന്ത്രി വന്നു കഴിഞ്ഞാൽ
കേരളം മാറി ചിന്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ കേരളം മാറി ചിന്തിക്കും, മറ്റ് മണ്ഡലങ്ങളും എല്ലാം മാറി ചിന്തിക്കുമെന്ന കാര്യത്തിൽ 100% 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ആയിക്കോട്ടെ, അല്ലാന്റണി ആയിക്കോട്ടെ, ശോഭാ സുരേന്ദ്രൻ ആയിക്കോട്ടെ, അതുപോലെ ഒട്ടനവധി ഒരുപാട് കഴിവുകളുള്ള അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ അവരൊക്കെ ജയിക്കാതിരിക്കാനുള്ള എല്ലാ തറവേലകളും CPM കോൺഗ്രസും കൂടി കളിക്കും. കാരണം അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം 5 വർഷം എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നമ്മുടെ നാടിനെ നശിപ്പിച്ച് കീറി മുറിച്ച രാഷ്ട്രീയം, അല്ലെങ്കിൽ വർഗീയത പറഞ്ഞ് ചേരിതിരിവ് കാണിച്ച രാഷ്ട്രീയം അവർക്ക് ഇനി കളിക്കണമെങ്കിൽ BJP ജയിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാ തറവേലകളും അവർ കാണിക്കും. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് മറിക്കുമെന്ന കാര്യത്തിൽ കൺഫേമാണ്. പക്ഷേ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ സ്വന്തം നാടിനും സ്വന്തം മക്കൾക്കും വേണ്ടി അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു പാർട്ടിയും നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതല്ലാതെ അന്ധമായ രാഷ്ട്രീയം, ഒരു അടിമ അല്ലെങ്കിൽ കിഡ്നിയും ഹൃദയവും കരളുമെല്ലാം പാർട്ടി ഓഫീസിൽ പണയം വെച്ചുകൊണ്ടുള്ള ഒരു വോട്ട് ആവരുത് ഇത്തവണത്തേത്. ഇനിയും പരീക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇനി പോകുന്നത് ചിന്തിക്കുന്നതിലപ്പുറത്തേക്കുള്ളൊരു രീതിയിലേക്കായിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് കാണേണ്ടി വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തീരുമാനമെടുക്കാൻ സാധിക്കട്ടെ, നമ്മുടെ നാടും മാറട്ടെ, നമ്മുടെ നാട് വികസിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. 26-ാം തീയതി ഒരു പുതിയൊരു കേരളത്തിന് തന്നെ വഴിയുണ്ടാകട്ടെ. അതല്ലാന്നാണെങ്കിൽ പതിവ് പോലെ തന്നെ എല്ലാ വർഷവും 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ചാണകത്തിൽ ചവിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്റ്റാറ്റസ് ഇടും. അതിനുശേഷം വാവിട്ട് കരയും, അയ്യോ എൻ്റെ പൈസ പോയി, പണം പോയി. കരുവന്നൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്, കരഞ്ഞ് മൂക്കളൊലിപ്പിച്ച് കിടന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മാറി ഭരിക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. ഇതിൽ കൂടുതൽ വിലയിരുത്തലുകൾക്ക് ആവശ്യമില്ല. നമ്മുടെ നാട് എന്താണ്, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നമുക്കറിയാം. അപ്പോൾ നമ്മുടെ നാട് വികസിക്കണം, അതിന് വേണ്ടിയിട്ടായിരിക്കണം ഓരോ വോട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.